ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അല്ല, നടപടിയല്ലല്ലോ അതായിരുന്നല്ലോ നടപടി. അതുമായി ബന്ധപ്പെട്ട് നടന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒട്ടും ആവശ്യമില്ലാത്തൊരു ധൃതി അതിന് വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം ഇത് ജയിൽ നിയമവകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൽ നടപടി ഉണ്ടായത്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ അൺനെസസറി ആയിട്ട് പോയിട്ടുള്ള ഒരു ഓർഡറിനെ ഞങ്ങൾ റദ്ദ് ചെയ്യുകയും ചെയ്തു. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. അതിലേക്ക് കടന്നിട്ടൊന്നുമില്ല. അതിന് ഫയലായിട്ട് വരികയാണെങ്കിൽ മാത്രമേ പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങളിപ്പം അത് എങ്ങനെയാണ് പോകുന്നത് നോക്കിയിട്ട് നിലവിൽ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ കേസ് നിൽക്കുന്നില്ല. എൻ്റെ പ്രസംഗം അവിടെ കിടക്കുന്നുണ്ട്. അതെൻ്റെ അഭിപ്രായമാണ്. അത് ബാക്കിയുള്ളത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം. അല്ല, എൻ്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. നിങ്ങൾ എൻ്റെ ഹിസ്റ്ററി പരിശോധിക്ക്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിന് ഞാൻ ആക്ഷേപിക്കാൻ പോകുന്നില്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ ചെയ്യില്ല. അതെൻ്റെ പോളിസിയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം. അല്ല, അതൊന്നും കാര്യമില്ലപ്പാ. നമ്മൾ വിചാരിക്കണം എല്ലാ കാര്യവും എല്ലാവർക്കും മാതൃകയാവേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയും ഞങ്ങളും തമ്മിലുള്ള വിയോജിപ്പുകളിൽ ഏതെല്ലാം മേഖലയുണ്ട്. ഞങ്ങൾ രണ്ട് പാർട്ടിയാണ്, രണ്ട് അഭിപ്രായക്കാരാണ്. അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊന്നും അതിനെല്ലാം കൂടി ചെയ്യുന്നതാണ് ഒരു കൊല്യൂഷൻ. അത് വെച്ചിട്ട് ഇനി മുതൽ എല്ലാവരും ഒരേ ഡ്രസ്സ് ഇടണം, ഒരേ നിറം പാടുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ടല്ല മുന്നണി നിറയണത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളായാലും മുഖ്യമന്ത്രി ആയാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കിടയിലുണ്ട്. അല്ല, അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. PMC എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസം എല്ലാത്തിലും വേണമെന്ന നിർബന്ധം. ഇത് പകലാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ PMCയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ അഭിപ്രായ വ്യത്യാസമില്ല. ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലില്ല ആ കാര്യത്തിൽ. അല്ലല്ലോ, എതിർപ്പ് ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത്. ആരാ പറഞ്ഞ എതിർപ്പില്ല എന്ന്? അങ്ങനെ ഞങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞത് അതിനോടെടുക്കുന്ന സമീപനത്തിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ടായിരിക്കും. അത് ഞങ്ങളുടെ എന്താ പറയുക, ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, നിയമസഭാ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി വരുമ്പോൾ ഞങ്ങളുടെ എല്ലാ അഭിപ്രായം ആഡ് ചെയ്തതിൽ അതിലങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു പോരുത്. അങ്ങനല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യോജിക്കാനും വിയോജിക്കാനും ഞങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. ഒരു കമ്മിറ്റി വെക്കുന്നത് എന്തിനാണ്? 4-5 പേരെ വെച്ചിട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നത് 4 ആളുടെയും അഭിപ്രായത്തെ കൺസൾട്ടേറ്റ് ചെയ്യാനാണ്. എല്ലാവർക്കും ഒരു അഭിപ്രായം ആണെങ്കിൽ കമ്മിറ്റി ആവശ്യമില്ലല്ലോ. മുന്നണി എന്നുള്ള രീതിയിൽ വിയോജിപ്പ് അറിയിക്കുമോ എല്ലാ കാര്യങ്ങളിലും? അല്ല, മുന്നണിയിൽ നിന്ന് വരുമ്പോൾ വിയോജിപ്പ് അറിയിപ്പിക്കേണ്ട സമയം വരുമ്പോൾ അറിയിക്കാം. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അന്ന് തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കേണ്ട കാര്യം പഠിക്കും, അതിന് മാത്രമാണ് ഉപസമിതിയാണ് പറഞ്ഞത്. പിന്നീട് ലീഗ് ഒരു അതിർത്തി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല UDF കൺവീനർ തിരുത്തിയത്. സ്വാഭാവികമായിട്ടും അത് സമൂഹത്തിന് മുമ്പ് 2 ചോദ്യങ്ങളാണ് ഉയരുന്നത്. ലീഗിന് എന്ത് പ്രസക്തി എന്നുള്ളത്, അതിന് ലീഗ് ഒരു മറുപടി പറയണ്ടേ? ലീഗ് അങ്ങനെ മറുപടി ഒന്നും പറയണ്ട. നിങ്ങൾ തൽക്കാലം ലീഗിന് അങ്ങനെ വിചാരമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഞങ്ങൾക്ക് കുറച്ചൊന്നുമില്ല. ഞങ്ങൾ അക്കാര്യത്തിൽ നിയമസഭയിലെ ഒരു ക്യാബിനറ്റിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ക്യാബിനറ്റ് ഒരു കമ്മിറ്റി വെക്കുക, ഞാൻ വന്നിട്ട് പുറത്തെന്തെങ്കിലും അഭിപ്രായം പറയാം, എന്നിട്ട് അതിൻ്റെ പേരിൽ കോൺട്രവേഴ്സി ഉണ്ടാവുക. എനിക്കതിൽ യാതൊരു താല്പര്യമില്ല.